الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധ റമദാൻ മാസം അത് പോയി അതിൻ്റെ അവസാന 10 കടക്കുകയാണ്. അവസാന 10 എന്ന് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യം ആണ്. കാരണം ഏറ്റവും ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അവസാന 10 നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നാം ഉണർന്നിരുന്നു കൊണ്ട് നാം എല്ലാവരും കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകുകയും ആ രാത്രിയുടെ ആ അനുഗ്രഹങ്ങൾ മുഴുവനും നേടിയെടുക്കുന്നവരായി മാറാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്നാണ് ആമുഖമായിട്ട്
പറയുവാനുള്ളത്. നമുക്കറിയാം ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, ഖുർആൻ തന്നെ അതിന്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ഖൈറും മിൻ അൽഫി ഷഹർ, അൽഫി ഷഹർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്. ഏതാണ്ട് നമ്മുടെ ഒരു ആയുസ്സിനേക്കാൾ അധികം. നമ്മുടെ ശരാശരി ആയുസ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് 60 വ70 എന്നാണ്, അല്ലേ? അഅ്മാറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് മാ ബൈന 60 വ70, എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. എന്നാൽ ഈ 1000 മാസം നമ്മൾ കണക്ക് കൂട്ടിയാൽ അത് ഏതാണ്ട് 86 വർഷം ചില്ലുവാനും ഒക്കെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അത്രയും വർഷം നമ്മൾ ചെയ്യുന്ന അമലുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കൈവരികയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉണർന്നിരുന്നു കൊണ്ട്, കാരണം ഇത് രാത്രിയിലാണ്, ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് ആ ഫജ്ർ പ്രഭാതം പൊട്ടി വിടരുന്ന ആ സമയം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു പകലിലും രാത്രി ഒന്നും കൂടി ഒരുമിച്ചല്ല, രാത്രിയിലാണ് അത് അവതരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണർന്നിരിക്കണം എന്ന് മാത്രമല്ല, എപ്പോഴാണ് ഉണർന്നിരിക്കേണ്ടത്? അവസാനത്തെ 10-ലെ എല്ലാ ദിവസവും നാം അതിനു വേണ്ടി മാറ്റിവെക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒറ്റയായ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഹദീസിൽ 25 പറയുന്നുണ്ട്, 27 പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് അള്ളാഹും റസൂലും അത് അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു ദിവസം ഏതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് 27 രാവിനല്ല, പിന്നെ എന്ന് ഉറപ്പിച്ച് എന്താ 27 രാവിന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 27 രാവിനാകാം, അതേപോലെ 21 രാവിനാകാം. ഇന്ന് 21 രാവാണ് ഇന്ന്. അതേപോലെ 23, 25, 27, 29 അങ്ങനെ ഉള്ള ഒറ്റയായ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു പുണ്യം നേടാൻ സാധിക്കണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, കാരണം അടുത്ത കൊല്ലം ഒക്കെ നമ്മൾ ആരാണ് എവരാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ അതിനെ, ആ ഒരു രാവിനെ നേടിയെടുക്കാൻ പരിശ്രമിക്കും എന്നൊരു നിയ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസത്തെ പ്രതീക്ഷിക്കണമെന്നാണ് ആദ്യമായിട്ട് ഉണർത്താൻ. മറ്റൊന്ന് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ കുറേ സദഖകളും ദാനധർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ്. സദഖകളൊക്കെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. നമ്മളത് ചെയ്യണം. പിന്നെ മുത്തഖീങ്ങളുടെ ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, അവരവരുടെ സന്തോഷത്തിലും പ്രയാസമുള്ള വേളയിലും വിഷമിക്കുന്ന ഘട്ടങ്ങളിലും എല്ലാം അവർ സ്വതക്കകൾ ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് എന്ന്. അതുകൊണ്ട് ഈ മാസത്തിൽ എന്താണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. ഒരുപാട് നമ്മുടെ ചുറ്റുപാടും ധാരാളക്കണക്കിന് ആളുകൾ, പല വിധത്തിലുള്ള ആവശ്യക്കാരുണ്ട്, അത്യാവശ്യക്കാരുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധന നമുക്കറിയാം, സക്കാത്ത് എന്ന് പറയും. അത് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഒരു വിഷയമാണ്. റമദാൻ മാസത്തിൽ, കാരണം റമദാൻ മാസത്തിലാണ് ആളുകൾ എന്തെങ്കിലും കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന മാസം, മനസ്സ് വെക്കുന്ന മാസം
പരിശുദ്ധമായ റമളാൻ മാസമാണ്. എല്ലാവരും അതിന് തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ആ വർദ്ധിച്ചു കിട്ടുന്ന പുണ്യമോർത്തുകൊണ്ടാണ് ആളുകൾ റമളാനിലേക്ക് അത് മാറ്റിവെക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് റമളാനിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. റമളാനിൽ മാത്രം ചർച്ചക്കെടുക്കേണ്ട, റമളാനിൽ മാത്രം ഓർമ്മയിൽ വരേണ്ട ഒരു വിഷയമല്ല. കാരണം ഒന്നാമത്തത്, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 തൂണുകളിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്ത വ ഈതാഇ സകാത്ത് വ സൗമു റമളാന വൽ ഹജ്ജ്. ഇങ്ങനെ ഹദീസിൽ ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 തൂണുകളിലാണ്, 5 സ്തംഭങ്ങളിലാണ്. എന്നിട്ട് ഒന്നാമത്തത് പറഞ്ഞു ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ഒന്നാമത്തെ കാര്യമാണ്, ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വ ഇഖാമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തുക, വ ഈതാഇ സകാത്ത് നൽകുക, വ സൗമു റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക, വഹിജ്ജൽ ബൈത മൻ ഇസ്തതഅ ഇലൈഹി സബീല, എന്ത് ചെയ്യുക, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതില് ഈ തൂണുകളിൽ പെട്ട ഒരു തൂണാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എന്നാൽ ആ സക്കാത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് സക്കാത്തിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ. എന്തെല്ലാം സക്കാത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത്? 30 സ്ഥലങ്ങളിൽ സക്കാത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. 30ഓളം സ്ഥലങ്ങളിൽ. അതിൽ 27 സ്ഥലങ്ങളിൽ അള്ളാഹു സക്കാത്തിനെ പറഞ്ഞിട്ടുള്ളത് ഈ നമസ്കാരവുമായിട്ടാണ്, നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അതായത് തൊട്ടടുത്ത നിസ്കാരം പറഞ്ഞാൽ ഉടനെ സക്കാത്ത് പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരവും സക്കാത്തും എല്ലാം ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. എന്നാൽ ആ സക്കാത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് ഗ്രാഹ്യമുള്ളത്, എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? പലർക്കും അത് മനസ്സിലാക്കണമെന്ന് താല്പര്യവുമില്ല. കാരണം ഇത് സക്കാത്തിന്റെ വിഷയമാണ്, സമ്പത്തിന്റെ വിഷയമാണ്, സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ആഗ്രഹിക്കുന്നില്ല ആളുകൾ. മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ, സമ്പത്ത് എത്ര കിട്ടിയാലും അവന് മതിയാവുകയില്ല എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ സക്കാത്തിനെ കുറിച്ച് അറിയാനോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനോ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിക്കുകയും, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും, വഅഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത, നമസ്കാരം നിർവഹിക്കുകയും, അതേ വആതുസ് സകാത്ത, സകാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ പല ആയത്തുകളിലും അല്ലാഹു നമസ്കാരത്തോടൊപ്പം സക്കാത്തിനെ പറയുകയാണ്. എന്നാൽ ഈ സക്കാത്തിനെ സംബന്ധിച്ച് നമസ്കാരത്തിന് നമ്മുടെ വാജിബും അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ഫർളുകളും നമുക്ക് അറിയാനും അറിയില്ലെങ്കിൽ ചോദിച്ചറിയാനും ഒക്കെ നമ്മൾ മനസ്സ് വെക്കാറുണ്ട്, താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ സക്കാത്തിന്റെ വിഷയത്തിലോ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് അറിയുന്നില്ല? അതും ഒരു പഠിച്ചു വെക്കേണ്ട വിഷയം തന്നെയാണ്, അതും മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ്. അള്ളാഹു വളരെ പ്രാധാന്യം കൽപ്പിച്ച വിഷയം തന്നെയാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. സക്കാത്ത് നൽകിയില്ലെങ്കിൽ
ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്, കാഫിറായി പോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് അതിനെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണകളും വിശ്വാസങ്ങളും എന്താണ്? റമദാൻ 27 ആകുമ്പോൾ ഏതെങ്കിലും വീടുകളിൽ ഒരു സമ്പന്നന്റെ വീടുകളിലൊക്കെ ആളുകളൊക്കെ പോയി അവിടെ നിന്ന് കാശ് മേടിക്കുന്നതാണ് സക്കാത്ത്, അതാണ് സക്കാത്ത്. അങ്ങനെ റമദാൻ 27 കൊടുക്കുന്ന ദാനമാണ് സക്കാത്ത് എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് പഠിച്ചു വച്ചിരിക്കുക. അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ സക്കാത്ത് എന്താണ് എന്ന് നമ്മൾ അറിയണം. അതുപോലെ സക്കാത്തിന്റെ ഏറുകൊണ്ട് കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട്. സക്കാത്ത് സക്കാത്ത് എറിഞ്ഞു കൊടുത്തതാണ്, നാണയത്തൊട്ട് എറിഞ്ഞു കൊടുത്ത് സക്കാത്ത് എന്നും പറഞ്ഞ് കണ്ണിലാണ് കൊണ്ടത്. അപ്പൊ ഈ ജാതി, അതേപോലെ നാട്ടിലൊരു ചൊല്ലുമുണ്ട്, സക്കാത്തും ചക്കാത്ത് എന്നും പറഞ്ഞിട്ട്, ചക്കാത്ത് നിന്റെ ചക്കാത്ത് എനിക്ക് വേണ്ടടാ എന്നൊക്കെ ചിലർ പറയത്തില്ലേ. അങ്ങനെയും പ്രയോഗമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം മഹത്തായ ഒരു ലക്ഷ്യത്തോടു കൂടി സ്ഥാപിച്ചിട്ടുള്ള സക്കാത്തിനെ സംബന്ധിച്ചിട്ടുള്ള അറിവുകളാണ് ഈ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണകളാണ് ഇതൊക്കെ. അപ്പോൾ സഹോദരങ്ങളെ, എത്രത്തോളം നമ്മൾ സക്കാത്തിനെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അത് സക്കാത്ത് എന്താണ്, അത് എങ്ങനെയാണ്, അത് എത്രയാണ് ചെലവഴിക്കേണ്ടത്, എപ്പോഴാണ് ചെലവഴിക്കേണ്ടത്, അതിനൊക്കെ ഓരോ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഇസ്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ചില ആളുകളെങ്കിലും സക്കാത്തിനേക്കാൾ കൂടുതൽ സ്വതക്ക ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും സക്കാത്ത് കൊടുക്കാൻ തയ്യാറല്ല. സദക്ക ചെയ്യുന്നവരുണ്ടാവും. ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ 2.5% ധനത്തിന്റെ 2.5%. അതായത് 1,00,000 രൂപ നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പ് ഉണ്ട് എങ്കിൽ വെറും 2,500 രൂപ കൊടുക്കുന്നതിന് ഈ 2,500 രൂപയേക്കാൾ കൂടുതൽ സ്വതക്ക ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. സക്കാത്ത് സക്കാത്താണ്, സ്വതക്ക സ്വതക്കയാണ്. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ, അത് കണക്ക് നോക്കി കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും റബ്ബിന്റെ അടുക്കൽ നമ്മൾ തെറ്റുകാർ തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് ശമ്പളം വാങ്ങുന്നവരുണ്ടെങ്കിൽ, അതേപോലെ വസ്തുവിൽ നിന്ന് വരുമാനം ലഭിക്കുന്നവരുണ്ട് എങ്കിൽ, ബിസിനസ് കച്ചവടം ചെയ്ത് ലാഭം വരുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ, അതിന്റെ കൃത്യമായ കണക്കിനനുസരിച്ച് സക്കാത്ത് നൽകിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെല്ലാവരും, അതായത് അതിന്റെ കൊടുക്കേണ്ട അവകാശി ആരാണോ അർഹൻ, സക്കാത്ത് കൊടുത്തു വിടാൻ അർഹരായിട്ടുള്ള ആളുകൾ, അവർ തീർച്ചയായും റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഖുർആനിൽ, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസായിലി വൽ മഹ്റൂം. വഫീ അംവാലിഹിം, അവരുടെ ധനത്തിൽ ഹക്കുണ്ട്, ഹക്കാണ്, ബാധ്യതയുണ്ട്. ലിസായിലി, ചോദിക്കുന്നവൻ കൈനീട്ടുന്നവന് അവകാശമുണ്ട് അവരുടെ സ്വത്തുക്കളിൽ. അതേപോലെ തന്നെ വൽ മഹ്റൂം, ഉപജീവനം തടയപ്പെട്ടുപോയ ആളുകൾ, ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നവർ, അവർക്കും ഈ ധനത്തിൽ അവകാശമുണ്ട് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവകാശമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ ഈ കാണുന്നില്ല, ചില സമ്പന്നന്മാരുടെ വീടുകളിൽ ആളുകൾ റമദാൻ 27-നൊക്കെ ആകുമ്പോൾ ഒരു ബഹളവും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന ആള് ഒരു കസാര വീട്ടിരിക്കും, വരുന്നവർക്ക് ഇങ്ങനെ കൊടുക്കും. അതൊന്നും ശരിയായ രൂപമല്ല, സക്കാത്തിന്റെ ശരിയായ പ്രവർത്തനമല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചോദിച്ചു വരുന്നവനെ ആട്ടിവിടരുത്. ചോദിച്ചൊരാൾ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ട്
ഒരു യാചനയുടെ മാസമായിട്ട് റമളാൻ മാസത്തെ മാറ്റുന്ന ഏർപ്പാട് ഒട്ടും ശരിയല്ല. അതിന് കൃത്യമായിട്ട് ഇവിടെ അത് ആ രീതിയിൽ സക്കാത്തിന്റെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ നിർവഹിച്ചാൽ അത് കൊടുക്കുന്നവനും അത് വാങ്ങുന്നവനും പിന്നെ ഒരു സമാധാനമുണ്ടാവും. അത് വാങ്ങുന്നവൻ രണ്ടുപേരുടെയും പിന്നെ ഇത് സംരക്ഷിക്കപ്പെടുക. ഒരാളിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന മനുഷ്യ സഹജമായ റിയാവ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. എങ്ങനെ? ഇതൊരു കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പള്ളിയിലും എല്ലാ മഹല്ലിലും സജീവമാകേണ്ട ഒരു കമ്മിറ്റി, അത് 24 മണിക്കൂർ എപ്പോഴെങ്കിലും അല്ല, റമദാനില് പിന്നെ കൂടിയിരുന്ന് സക്കാത്തും മേടിച്ച് റമദാൻ കഴിയുമ്പം കൈ പൊടിയും തട്ടി എല്ലാം തീർത്ത് അങ്ങനെ പോകേണ്ട ഒരു പരിപാടിയല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അത് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. സക്കാത്തിന്റെ അവകാശികൾ 8 അവകാശികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 8 അവകാശികളുണ്ട് അതിന്. അറിയാമല്ലോ, ഫക്കീർ, മിസ്കീന്, ഗാരിമ കടക്കാരൻ, അതേപോലെ അടിമ, പിന്നെ ആമില് സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വിഭാഗത്തെ സക്കാത്തിന്റെ കാര്യത്തിൽ പെടുത്തിയത്, സക്കാത്തിന്റെ അവകാശികളിൽ പെടുത്തിയത്? അവര് ആ പണിയെടുക്കുന്നവർക്കും ആ സക്കാത്തിന് അവകാശമുണ്ട്, അർഹരാണ് അവർ. അവർക്കും ഒരു വിഹിതം സക്കാത്തിൽ നിന്നും അവർക്കും അവകാശപ്പെട്ടിട്ടുണ്ട്. അത് വാങ്ങണോ വാങ്ങണ്ടേ അവരുടെ ഇഷ്ടമാണ്, പക്ഷെ അവകാശിയാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെ സമൂഹത്തില് ഒരു തെറ്റിദ്ധാരണ വരുത്തുകയാണ് സക്കാത്തിനെ സംബന്ധിച്ച്. സക്കാത്ത് അങ്ങനെ കൊടുക്കേണ്ടതല്ല, അത് സംഘടനയെ ഏൽപ്പിക്കേണ്ടതല്ല, അത് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത്, സംഘടന ആയിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറെയാണ്, അവരുടെ ലക്ഷ്യം വേറെയാണ്, ശുദ്ധമല്ല അത്. ഈ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് പറഞ്ഞു പോയ പോലെ പണ്ടേ പറഞ്ഞു പോയ ഒരു കാര്യമാണ് ഈ സക്കാത്ത്. ഇവര് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സക്കാത്തിന് വേണ്ട അത്ര ഒരു പ്രോത്സാഹനം ഈ ഉസ്താദുമാർ നടത്തിയിട്ടില്ല. പിന്നെ എന്താണ്, ഉസ്താദും ഉണ്ടില്ല. അപ്പൊ ആളുകളൊക്കെ ഉസ്താദിനെ കൊണ്ട് കൊടുക്കും. കമ്മിറ്റി വെച്ചാൽ ആ കമ്മിറ്റി വരും, കമ്മിറ്റിയിൽ ഈ സക്കാത്ത് വരും. സക്കാത്ത് വരുമ്പോൾ ആരൊക്കെയാണ് അവകാശികളെന്ന് കമ്മിറ്റി അന്വേഷിക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓരോരോ വിഹിതം എല്ലാം ചെയ്യാൻ വയ്യില്ലെങ്കിലും ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരെ ആയിട്ട് സഹായിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്, അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പാടില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണേ. എന്താ കാരണം? എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്നാണ്. അത് വളരെ പറയുന്നത് ഞാൻ ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്. ഇവിടെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ അത് ശുദ്ധമായ കൈകളിലായിരിക്കണം അത് എത്തിച്ചേരേണ്ടത്, ശുദ്ധമായ കൈകളിൽ. നമ്മൾ നോക്കുമ്പോൾ ശുദ്ധമായി ജീവിക്കുന്നവർ ആരാണ്? നമ്മുടെ നാട്ടിലെ ഈ പള്ളിയിൽ ജീവിക്കുന്ന ഉസ്താദ് മാത്രമാണ് ശുദ്ധമായി. പരസ്യമായിട്ട് റോഡിൽ ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി എന്ത് ചെയ്യാണ്, അതിങ്ങനെ പറയുക. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. സക്കാത്തിന്റെ വിഷയം വളരെ ഗൗരവ സ്വഭാവത്തിലാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ നമസ്കാരത്തിന്റെ എത്ര പ്രാധാന്യം നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ, അതേ പ്രാധാന്യവും ഗൗരവവും സക്കാത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. ഈ സക്കാത്തിനെ സംബന്ധിച്ച് പറയാൻ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരുടെ സമ്പത്തിൽ നിന്നും നീ സക്കാത്ത് വാങ്ങുക. നബിയോടാ പറയുന്നത്. അവരുടെ സമ്പത്തിൽ നിന്നും നീ സക്കാത്ത് വാങ്ങുക. എന്തിനു വേണ്ടിയാണ്?
തുതഹിറുഹും അവരെ ശുദ്ധീകരിക്കുവാൻ, വതുസക്കീഹിം അവരെ സംസ്കരിക്കുവാൻ. അപ്പൊ രണ്ട് ലക്ഷ്യമാണ് സക്കാത്ത് നൽകുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്ന്, അവരെ ശുദ്ധീകരിക്കുക. ആ സമ്പത്തിനെ ആകമാനം സക്കാത്ത് നൽകുന്നതിലൂടെ അവന്റെ എല്ലാ സ്വത്തും ശുദ്ധിയായിട്ട് മാറുന്നു. അതേപോലെ അവര് സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അവരെല്ലാ വിധത്തിലും കൂടുതൽ നല്ല വ്യക്തികളായിട്ട് അവർ മാറുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, ബിഹാ വസല്ലി അലൈഹിം, വസല്ലി അലൈഹിം അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക. സക്കാത്ത് വാങ്ങുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്താണ്? എന്നിട്ട് പറഞ്ഞു, ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അവർക്ക് ശാന്തി നൽകുന്നതാണ്. നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർക്ക് ശാന്തി നൽകും. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനുമാകുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സക്കാത്ത് അതിൻ്റെ ആ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അത് പ്രവർത്തിക്കണം. നമ്മൾ നോക്കണം, ഞാൻ അർഹനാണോ സക്കാത്ത് നൽകാൻ, ഞാൻ യോഗ്യനാണോ, ഞാൻ അതിൽപ്പെട്ടവനാണോ, അതിൽ ഉൾപ്പെട്ടവനാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ഈ ശമ്പളമൊക്കെ കൊല്ലത്തെ ഓരോ കൊല്ലവും ശമ്പളം കഴിച്ച് അവൻ്റെ അത്യാവശ്യം മക്കളുടെ വിദ്യാഭ്യാസം, അതേപോലെ ഭക്ഷണം, താമസം, അതെല്ലാം കഴിച്ച് ബാക്കി ഉള്ള തുക വരുന്ന സംഖ്യ 590 ഗ്രാം വെള്ളി വാങ്ങാൻ അതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഒരു 590 ഗ്രാം അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിന് അവൻ സക്കാത്ത് കൊടുക്കാൻ അർഹനായി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി സക്കാത്ത് കൊടുത്താലോ നമ്മൾ ഒരിക്കലും തകർന്നു പോവുകയില്ല. സക്കാത്ത് കൊടുത്തിട്ട് ഒരാള് എല്ലാം ആയിപ്പോയി, പാപ്പരായിപ്പോയി എന്ന് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. സക്കാത്ത് കൊടുക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ വർധനവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്! അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അതേപോലെ തന്നെ പരലോകത്ത് സ്വർഗവും ഒക്കെ നൽകുന്ന ഒരു വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്ത് അള്ളാഹു ആരെങ്കിലും നൽകിയാൽ, ആരെങ്കിലും സക്കാത്ത് കൊടുത്താൽ അവൻ അള്ളാഹു ഇരട്ടിയായി അവന് വർദ്ധിപ്പിക്കുമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ആതൈതും മിർ റിബാ ലിയർബൂ ഫീ അംവാലിൻ നാസി ഫലാ യർബൂ ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുദ്ഇഫൂൻ. വമാ ആതൈതും മിർ റിബാ ലിയർബൂ ഫീ അംവാലിൻ നാസ്, അതായത് ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം, ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ പലിശക്ക് കൊടുക്കുന്ന പക്ഷം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ്. ഒരിക്കലും അത് വളരുകയില്ല, അതിന് വളർച്ച ഉണ്ടാവുകയില്ല. പിന്നെ ഏതാ വളരുന്നത്? വമാ ആതൈതും മിൻ സകാത്ത്, സകാത്ത് ആരെങ്കിലും കൊടുത്താൽ തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും സകാത്ത് കൊടുത്താലോ ഫൗലൈക ഹുമുൽ മുദ്ഇഫൂൻ, അള്ളാഹുവിന്റെ എന്താണ് ആ സകാത്തിനെ അള്ളാഹു വളർത്തും, ഇരട്ടിയാക്കി കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ തന്നെ ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ ഫതസദ്ദഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സകാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സദഖ കൊടുക്കുക. സകാത്തിന് സദഖ എന്നും പേരുണ്ട് ഖുർആനിൽ. 8 അവകാശികളെ പറഞ്ഞപ്പോൾ ഇന്നമ സദഖാത്തു എന്നാ പറഞ്ഞിട്ടുള്ളത്.
അത് ആ സ്വതക്കയുടെ സക്കാത്തിന്റെ അവകാശികളെ പറഞ്ഞതാണ്. അപ്പോ ലാ യൻഖുസു മാലും മിൻ സ്വതക്കത്തിൻ ഫതസദ്ദഖു, സ്വതക്ക നൽകുന്നതിലൂടെ ആരുടെയും സമ്പത്ത് കുറയുകയില്ല, അതിനാൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക എന്നാ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാതി വഅഖറബുല്ലാഹ ഖർളൻ ഹസനൻ യുളാഅഫു ലഹും വലഹും അജ്റുൻ കരീം. ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാതി, തീർച്ചയായും സദക്ക നൽകുന്ന പുരുഷന്മാരും സ്ത്രീകളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സ്ത്രീകളും ഈ കാര്യത്തിൽ സദക്ക നൽകുന്ന വിഷയത്തിലൊക്കെ, സക്കാത്ത് നൽകുന്ന വിഷയത്തിൽ ഇത് ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യമാണല്ലോ സക്കാത്ത് എന്ന് പറയുന്നത്. ആ ഇത് നിസാബിലെത്തിയാൽ എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പം സ്വർണവും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ആ സ്വർണം എത്രയാണ് അതിൻ്റെ ആ പരിധിയിലെത്തുക, ആ സക്കാത്ത് കൊടുക്കാനുള്ള പരിധിയിൽ എത്തുക എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കണം. എല്ലാ വർഷവും കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ വാങ്ങാൻ സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഭൂമിയൊക്കെ വാങ്ങിയിടുന്നവരുണ്ടല്ലോ കച്ചവടത്തിനൊക്കെ വേണ്ടി, അപ്പം അതിനൊക്കെ സക്കാത്തുണ്ട്. അതേ സമയത്ത് നമ്മുടെ താമസിക്കുന്ന വീടിന് സക്കാത്തില്ല. നമ്മൾ 1 കോടി രൂപ ഒക്കെ ചെലവിട്ടായിരിക്കും അപ്പം പിന്നെ വീട് വെക്കുന്നവരൊക്കെ ഉണ്ട്. അത് ദൂർത്താണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. ആവശ്യത്തിന് ആണ് ഒരു വീട്, താമസിക്കാൻ ഒരു വീട് എന്നല്ലാതെ ഇന്ന് ആർഭാടത്തിനും ആഡംബരത്തിനുമൊക്കെ വീട് വെക്കുന്നതുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ താമസിക്കുന്ന വീടിന് സക്കാത്തില്ല. കാരണം എന്താ? വരുമാനമില്ല. വരുമാനമുള്ളതിന് മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഖുർആൻ എടുത്തു പറയുകയാണ്, ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്തി, അതായത് ചെലവഴിക്കുന്ന സദക്ക നൽകുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്ന് പ്രത്യേകം അള്ളാഹു എടുത്തു പറയുകയാണ്. എന്നിട്ട് വഅഖറബുല്ലാഹ ഖർളൻ ഹസനൻ, അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവരും. അള്ളാഹുവിന് കടം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അള്ളാഹു കടം വീടും. അള്ളാഹുവിന് നമ്മൾ കടം കൊടുത്താൽ അള്ളാഹു നമുക്കത് ഇരട്ടിയായിട്ട് തരും, അതിന്റെ ഇരട്ടിയായിട്ട് തരും. യുളാഅഫു ലഹും, തീർച്ചയായും അതിന് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. യുളാഅഫു ലഹും, അവർക്ക് ഇരട്ടിയായി നൽകപ്പെടും. തീർന്നില്ല. വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലവും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ സക്കാത്ത് വിഷയത്തിൽ നമ്മൾ കുറച്ചെങ്കിലും ആ ഒരു വിഷയം പഠിക്കാനും പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്കിടയിൽ ആരെങ്കിലും സക്കാത്ത് കൊടുക്കാൻ അവകാശി ആണ് എങ്കിൽ അയാളോട് അത് ഉണർത്തി ആ സക്കാത്ത് നമ്മൾ വാങ്ങിയിട്ട് ഖുർആൻ പറഞ്ഞതുപോലെ 8 അവകാശികളിൽ പെട്ട ഒന്നാമതായിട്ട് പറഞ്ഞ ഫഖീർ, രണ്ടാമതായി പറഞ്ഞ മിസ്കീന്, അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സക്കാത്ത് പോലെ തന്നെ മറ്റൊരു വിഷയമാണ് റമദാനിൽ നമ്മൾ നിർവഹിക്കേണ്ട ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. നോമ്പ് അവസാനിക്കുന്നതോടുകൂടി അഥവാ പെരുന്നാൾ ദിവസം കുടുംബനാഥൻ തൻ്റെയും ആശ്രിതരുടെയും ചെലവുകൾ കഴിച്ച് മിച്ചമുള്ളത് എന്ത് ചെയ്യണം? സക്കാത്ത് നൽകേണ്ടതാണ്. അതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. കുടുംബനാഥനാണ് അത് ആ കാര്യം ചെയ്യേണ്ടത്. ആരാണോ ആ കുടുംബത്തിൻ്റെ നാഥൻ, വാപ്പ, അദ്ദേഹമാണ് അത് നിർവഹിക്കേണ്ടത്. ഇതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. റമദാനിലെ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നിർബന്ധമാകുന്ന സക്കാത്ത് ആയതുകൊണ്ടാണ് ഇതിന് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്.
ഇനി മറ്റൊരു പേരുണ്ട് സക്കാത്തുൽ ബദൻ, ശരീരത്തിൻ്റെ സക്കാത്ത് എന്നും ഇതിന് പേര് പറയിട്ടുണ്ട്. ഇത് പിന്നെ ഏതെങ്കിലും സമ്പന്നന്മാർ മാത്രം ചെയ്യേണ്ടതല്ല, സമ്പന്നന്മാർ ആണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. മറിച്ച് എല്ലാവർക്കും ഇത് എന്താണ്, നിർബന്ധമാണ്. അതായത് ഒരു ദിവസത്തെ ആ പെരുന്നാൾ ദിവസത്തെ നമുക്ക് കഴിയാനുള്ളത് കഴിച്ച് മിച്ചമുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സക്കാത്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി സക്കാത്തുൽ ഫിത്ർ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ, അതായത് ഒരു സാഅ് ഈത്തപ്പഴമോ ഒരു സാഅ് ബാർലിയോ എന്ത് ചെയ്യുക, സക്കാത്ത് കൊടുക്കണം. അന്നത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമൊക്കെ ഈത്തപ്പഴവും ബാർലിയും അതൊക്കെയാണ് അന്ന്. പക്ഷെ ഇന്നോ നമ്മളുടെ മുഖ്യമായ ആഹാരം അരിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അരിയാണ് നമ്മൾ അതായിട്ട് ഫിത്തർ സക്കാത്തായിട്ട് നൽകുന്നത്. ആർക്കാണ്? അലൽ അബ്ദി വൽ ഹുരി, അതായത് അടിമയ്ക്കും സ്വതന്ത്രനും, വദ്ദക്കരി വൽ ഉൻസ, പുരുഷനും സ്ത്രീക്കും, വസ്സഗീരി വൽ കബീരി, ചെറിയവനും വലിയവനും, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട. അപ്പൊ എല്ലാവർക്കും എന്താണ്, സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാണ്. വഅമറ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി നാസി ഇല സ്വലാ, അത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എപ്പോഴാണ്? ആളുകൾ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അത് കൊടുക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യുക, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമല്ലോ, ആ പുറപ്പെടുന്നതിന് മുമ്പേ അത് കൊടുക്കണം. പിന്നെ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് 2 ദിവസം മുമ്പേ നമുക്കത് കൊടുത്തു തുടങ്ങാമെന്ന്. 2 ദിവസം എപ്പോഴൊക്കെ കൊടുക്കണം? 2 ദിവസം, പെരുന്നാൾ ദിവസത്തിന് 2 ദിവസം മുമ്പേ അത് നമുക്ക് കൊടുത്തു തുടങ്ങാമെന്നാണ്. പിന്നെ അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാം. സക്കാത്തുൽ ഫിത്രി തുഹുറത്തൻ ലിസായിമി, നോമ്പുകാരന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. മിനൽ ലഗ്വി വറഫസി, നോമ്പ് പിടിക്കുമ്പോൾ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ചു പോകും സ്വാഭാവികമായിട്ട്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യാണ്, ഈ സക്കാത്തുൽ ഫിത്തർ നമുക്ക് നിർബന്ധമാക്കി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. മസാക്കീൻ, അത് സാധുവിന്റെ ഭക്ഷണം, സാധുക്കൾക്ക് ഭക്ഷണം, പെരുന്നാൾ ദിവസത്തിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവർക്കും, ആരും പെരുന്നാൾ ദിവസം പട്ടിണി കിടക്കരുത്, ആരും യാചിച്ചു പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സജീവമായിട്ട് പിന്നെ ആ സക്കാത്തുൽ ഫിത്തർ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, സക്കാത്തുൽ ഫിത്തറിന്റെ കാര്യവും നമ്മൾ മനസ്സിലാക്കി വെക്കുക. സഹോദരങ്ങളെ, ഇന്ന് പന്തളം പള്ളിക്ക് വേണ്ടി ഒരു കളക്ഷൻ വേണ്ടി ഇവിടെ ഒരു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാൾ നമ്മളെ സമീപിച്ചിരിക്കുകയാണ്. പന്തളം പള്ളി അതിൻ്റെ പകുതി പണി പൂർത്തിയായിട്ടുണ്ട്, ബാക്കി പകുതി പണി ഇനിയും ബാക്കി കിടക്കുകയാണെന്നാണ് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട മിമ്പറും അതേപോലുള്ള പിന്നെ പ്ലംബിങ്ങും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ചെയ്യാനുള്ളതാണ്. അതേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വുളു, ബാത്റൂം സൗകര്യങ്ങൾ, തറയോട് ചുറ്റുമതിൽ, കിണർ, ഇതൊക്കെ ഇനി ചെയ്യേണ്ടതാണ്. ഇനി ഏതാണ്ട് ഒരു 15 ലക്ഷം രൂപയോളം ഇനിയും അതിനുവേണ്ടി ചെലവ് വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പിന്നെ ഇന്നത്തെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി അതുമായിട്ട് സഹകരിക്കണം. ഈ ഒരു ജാരിയായ ഒരു സ്വതക്കയായിട്ടാണ്, പരിശുദ്ധമായ റമദാൻ മാസമാണ്, അത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. മറ്റൊന്ന്, നമ്മുടെ പള്ളിയുടെ കാര്യം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബക്കറ്റിൽ പിന്നെ വളരെ കുറഞ്ഞ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അത് ശരിയല്ല. റമദാൻ മാസത്തിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ കരുതി വന്ന് വരണം. പിന്നെ റമദാൻ മാസമാണ്, നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നടത്തേണ്ടത്, വേറെ ആരാണ് നടത്തുക? അപ്പൊ നമ്മളുടെ ഇതാണ് ഭവനമാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്, നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും അലങ്കാരത്തോടും കൂടിയൊക്കെ അത് ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അതിൻ്റെ എല്ലാവിധ പിന്നെ ഇതോടുകൂടി, യശസ്സോടുകൂടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോൾ ഇവിടെ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ രീതിയൊന്നും ഇല്ലല്ലോ. ഈ ആനവരവും പിന്നെ നടവരവും ഒന്നും നമുക്കില്ല.
നമ്മൾക്ക് നേരിട്ട് ഇത് പറയുക, ആളുകളെ ഉദാര മനസ്കരായ ആളുകൾ അത് ചെയ്യാറുമുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഈ റമദാന് മുമ്പ് പള്ളി ഇതിൻ്റെ പ്രവർത്തനവും പെയിൻ്റടിയും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഫ്താറിന് വേണ്ടിയൊക്കെ കുറേ സഹോദരങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇനിയും അവർക്ക് കൂടുതൽ ചെയ്യാനുള്ള മനസ്സും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകൾ രോഗം കൊണ്ടും അതേപോലെ തന്നെ അവശതകൾ കൊണ്ട്, വാർദ്ധക്യത്തിൻ്റെ അവശതകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടൊക്കെ കഴിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഈ പള്ളിയിൽ വന്ന് നമ്മളോടൊപ്പം കുറേ നാളുകൾ കൂടി ജീവിച്ച് സുജൂദ് ചെയ്യാനും അല്ലാഹുവോട് പ്രാർത്ഥിക്കുവാനുമുള്ള എല്ലാവിധ ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും രാത്രി നമസ്കാരവും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب